ഫുക്കറ്റ് യാത്രികർക്ക് മറക്കാനാവാത്ത അനുഭവങ്ങൾ സമ്മാനിക്കുന്നത് ഇവിടുത്തെ ദ്വീപ സമൂഹങ്ങളിലേക്ക് നടത്തുന്ന യാത്രകളാണ്. 2 മുതൽ 4 വരെ ദ്വീപിലേക്കുള്ള യാത്രാ പാക്കേജുകളായാണ് ഇത്തരം യാത്രകൾ ബുക്ക് ചെയ്യുന്നത്. തായ്ലൻഡ് യാത്രയിൽ ഒഴിച്ചുകൂടാനാവാത്ത ആപ്പാണ് ക്ലൂക്ക് ആപ്പ്. 3600 രൂപ മുതൽ വിവിധ ദ്വീപ സമൂഹങ്ങളിലേക്കായുള്ള ട്രിപ്പുകൾ ഇതിൽ അവൈലബിൾ ആണ്. പെർ പേഴ്സൺ ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഇത് തായ്ലൻഡിലെ ടൂർ ഓപ്പറേറ്റർ വെച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ 2000 ബാത്ത് ഒക്കെയാണ് ചാർജ് ആവുന്നത്. 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ട്രിപ്പ് ഫ്രീ ആണ്. എന്തായാലും ഞങ്ങൾക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ്ലി ഫ്രീ ആയാണ് കിട്ടിയത്. ഇതെങ്ങനെയാണെന്നറിയാൻ ഈ വീഡിയോ മുഴുവനായും കാണുക. ഇത്തരത്തിൽ നമ്മൾ ബുക്ക് ചെയ്യുന്ന എല്ലാ ട്രിപ്പുകളിലും അവർ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ വന്ന് പിക്ക് ചെയ്യുകയും തിരിച്ച് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഓഫീസിൽ അന്വേഷിച്ചാലും ഇത്തരത്തിലുള്ള പാക്കേജസ് ലഭ്യമായിരിക്കും. എനിവേസ്, ഞങ്ങൾക്ക് ഫ്രീ ആയി ലഭിച്ചതാണെങ്കിലും ഞങ്ങൾ ക്രിസ്റ്റൽ സീ മെറൈൻ എന്ന ടൂർ പാക്കേജ് വഴിയാണ് പോയത്. രാവിലെ 8:45 ഞങ്ങളെ ഹോട്ടൽ ലോബിയിൽ പിക്കപ്പ് ചെയ്തു. റോയൽ ഫുക്കറ്റ് മറീനയിലാണ് ഞങ്ങളുടെ ബോട്ട് പാർക്ക് ചെയ്തിരുന്നത്. ക്രിസ്റ്റൽ സീ മെറൈൻ ഓഫീസിൽ ഞങ്ങൾക്കൊരു ലാവിഷ് ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ സെറ്റ് ചെയ്തിരുന്നു. ഇറ്റ് വാസ് എ റോയൽ ബുഫേ. കോഫി, ഹോട്ട് ചോക്ലേറ്റ്, കാപ്പിച്ചീനോ ഉൾപ്പെടെ നിരവധി ഡ്രിങ്ക്സ് അവൈലബിൾ ആയിരുന്നു. കുക്കീസ്, വേഫേഴ്സ്, കേക്ക്സ് ഉൾപ്പെടെ നല്ലൊരു ഫുൾഫില്ലിംഗ് മെനു അവർക്കുണ്ടായിരുന്നു. നെസ്കഫേയുടെ ഒരു അടിപൊളി കോഫി വെൻറ്റിംഗ് മെഷീൻ അവിടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിൽ ലാറ്റെ, ചോക്ലേറ്റ്, എസ്പ്രസോ, ഫ്ലാറ്റ് വൈറ്റ് അമേരിക്കാനോ ഉൾപ്പെടെ ഡിഫറെൻറ്റ് ഡ്രിങ്ക്സ് വെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരെണ്ണം വീട്ടിൽ വാങ്ങി വെച്ചാലോ എന്ന് വരെ കൊതിച്ചുപോയി. 9:30 നമ്മുടെ ഗൈഡും ടീമും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മുടെ ഗൈഡിൻ്റെ പേര് ബോയ് എന്നായിരുന്നു കേട്ടോ. നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇത്തരം ട്രിപ്പുകൾ പോകുമ്പോൾ വ്യത്യസ്ത കൾച്ചറിൽ വരുന്ന ടീംസ് കൂടെ ഉണ്ടെങ്കിൽ സെറ്റായിരിക്കും. ഞങ്ങളുടെ കൂടെ US നിന്നും കൊറിയയിൽ നിന്നും ഒക്കെയുള്ള ടീംസ് ഉണ്ടായിരുന്നു. സ്പീഡ് ബോട്ടിലും സാധാ ബോട്ടിലും നമ്മൾക്ക് ട്രിപ്പ് പോസിബിൾ ആണ്. സ്പീഡ് ബോട്ട് ആവുമ്പോൾ റേറ്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുക സ്വാഭാവികമാണ്. ഞങ്ങളുടെ ട്രിപ്പിൽ ആദ്യം ഞങ്ങൾ എത്തിയത് മായ ബേയിലാണ്. ലിയനാർഡോ ഡികാപ്രിയോ അഭിനയിച്ച ദ ബീച്ച് എന്ന സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. വെള്ളമണലും ചുറ്റി നിൽക്കുന്ന പാറക്കെട്ടുകളും പവിഴപ്പുറ്റും പിന്നെ ബീച്ചുമാണ് ഇവിടുത്തെ പ്രത്യേകത. ബീച്ചിലെ വെള്ളത്തിന് പച്ചയും നീലയും കലർന്നൊരു നിറമാണ്. വല്ലാത്തൊരു അനുഭൂതിയാണ് ഇതിലൂടെയുള്ള സഞ്ചാരം. ഒരു മെഡിറ്റേറ്റീവ് മൈൻഡാണ്. എന്നാൽ അധിക ദൂരം നമ്മൾക്കുള്ളിലേക്ക് പോകാൻ സാധിക്കില്ല. ഇവിടം ഷാർക്കുകളുടെ വിഹാര കേന്ദ്രമാണെന്ന വാർണിംഗ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വന്ന എല്ലാവരും തന്നെ കിടന്നും നടന്നും പിന്നെ വേറെ എന്തൊക്കെയോ പോലെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ബോട്ടിലേക്ക് തിരിഞ്ഞു പോവാൻ പറഞ്ഞ സമയത്ത് ഇമ്മക്കുട്ടി ഒട്ടും തയ്യാറായിരുന്നില്ല. ഇമൂസിന് മാത്രമല്ല, ഞങ്ങൾക്ക് ആർക്കും അവിടെ വിട്ടുപോവാൻ യാതൊരു മൂഡും ഉണ്ടായില്ല. പൊടുന്നനെയാണ് മഴ വന്നെത്തിയത്. നനയാതെ ബോട്ടിലേറാൻ ഞങ്ങളൊരു ശ്രമം നടത്തിയെങ്കിലും ഒത്തില്ല. മായ ബീച്ചിലെ മായാത്തോർമ്മകളോടെ ഞങ്ങൾ അടുത്ത കേന്ദ്രത്തിലേക്ക് നീങ്ങി. നമ്മുടെ പാക്കേജിൽ സ്നോർക്കലിംഗ് ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം ആഴമില്ലാത്ത വെള്ളത്തിന് അധികം തണുപ്പില്ലാത്ത ഒരിടത്ത് ബോട്ട് നിർത്തി. വെള്ളത്തിന് ചൂടാണ് എന്ന് നമ്മുടെ ഗൈഡ് ബോയ് പറയുന്നുണ്ടായിരുന്നെങ്കിലും ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. സ്നോർക്കലിംഗ് വളരെ പോപ്പുലറായ വാട്ടർ സ്പോർട്സ് ആണ്. ഗോഗിളും ഫിൻസും ഒക്കെ വെച്ച് സ്നോർക്കലിലൂടെ ശ്വസിച്ചുകൊണ്ട് ജലോപരിതലത്തിനടുത്ത് നീന്തുന്ന ഒരു ജനപ്രിയ കായിക വിനോദമാണിത്. ആഴത്തിലുള്ള ഡൈവിങ്ങിൻ്റെയോ സ്കൂബ ഗിയറിങ്ങിൻ്റെയോ ആവശ്യമില്ലാത്ത ജലത്തിനടിയിലെ ജീവിതം കാണാനും ചിത്രങ്ങൾ എടുക്കാനും റീൽ എടുക്കാനും സാധിക്കുന്നു. അവിടുന്ന് നമ്മൾ നേരെ ചെന്നത് ഫിഫി ഐലൻഡിലേക്കാണ്. ഫിഫിയിലാണ് നമ്മുടെ ലഞ്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലഞ്ച് വാസ് ജസ്റ്റ് ഓക്കെ. വി ഹാഡ് സം ബോയിൽഡ് വെജീസ്, വാട്ടർമെലൺ, കുറച്ച് റൈസൊക്കെ. ഈ ദ്വീപിൻ്റെ ഓരത്തൊക്കെ നിരവധി ഹോട്ടലുകളുണ്ട്. ബോട്ടുകൾ പാർക്ക് ചെയ്ത് ടൂറിസ്റ്റുകൾക്ക് ഭക്ഷണം വിളമ്പുക എന്നതാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗം. ഭക്ഷണം കഴിച്ച ശേഷവും മഴ നിന്നിരുന്നില്ല. അല്പം മഴച്ചാറ്റലേറ്റാലും ഫിഫി ചുറ്റിക്കാണാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. മഴയത്ത് വീഡിയോ എടുക്കൽ നല്ല ടാസ്ക്കായിരുന്നു. എന്നാലും നല്ല കുറച്ച് പിക്സൊക്കെ എടുക്കാൻ നമുക്ക് പറ്റി. നമ്മുടെ നാടൻ വള്ളം പോലുള്ള നിരവധി വള്ളങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഏതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലെയും പോലെ നിരവധി ഓവർ പ്രൈസ്ഡ് ഷോപ്പിംഗ് സെൻറ്റേഴ്സും ഇവിടെ ഉണ്ടായിരുന്നു. തായ്ലൻഡിൽ ഒരു വെറൈറ്റി കാഴ്ച തന്നെയാണ് ഇവിടുത്തെ കഞ്ചാവ് കടകൾ. ഒരു 200 മീറ്ററോളം നടന്നപ്പോൾ ഇമ്മക്കുട്ടിക്ക് കൂടെ ഇറങ്ങാനാവുന്ന ഒരു ബീച്ചെത്തി. ബീച്ചിന് എതിർവശമായി ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. കണ്ടാൽ പേടി തോന്നാത്ത വൃത്തിയുള്ള പോലീസ് സ്റ്റേഷൻ. കൂടാതെ ബീച്ചിലായുള്ള വലിയ ഊഞ്ഞാലയും ഞങ്ങൾക്ക് ഇഷ്ടമായി. ഇവിടുത്തെ ബീച്ചിൽ പച്ച നിറമുണ്ടായിരുന്നെങ്കിലും ക്ലോസ് ആയി നോക്കുമ്പോൾ കളർലെസ് ആയി തോന്നി. ഇവിടെ പുഴയിൽ നിറയെ ഷെല്ലുകൾ ഉണ്ടായിരുന്നതിനാൽ കാലിൽ മുറിവ് പറ്റാനുള്ള സാധ്യത കൂടുതലായിരുന്നു. സമയം അതിക്രമിച്ചതിനെ തുടർന്ന് ഞങ്ങൾ ബോട്ടിലേക്ക് വെച്ച് പിടിച്ചു. ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ കായ് നായ് ഐലൻഡാണ്. ബോട്ട് അങ്ങോട്ട് അടുപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ ഗൈഡ് ബോയ് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു തന്നു.
ഇവിടെ വെറുതെ കാണുന്ന കസേരകളിൽ പോയി ഇരുന്നാൽ പോലും നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. ഷാക്ക് പോലെ തോന്നിപ്പിക്കുന്ന നിരവധി ചാരു കസേരകൾ ഇവിടെയൊക്കെ സജ്ജീകരിച്ചിരുന്നു. വാട്ടർ സ്പോർട്സ് വേണ്ടവർക്ക് അതിനുള്ള സൗകര്യം ലഭ്യമാണ്. ജെറ്റ് സ്കൈ ആണ് മെയിൻ. 2 പേർക്ക് 15 മിനിറ്റിന് 1000 ബാത്താണ് ചാർജ്. ഏകദേശം 2650 രൂപ എന്ന് പറയാം. പാരാസെയിലിങ്ങും ലഭ്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന ആശയവും ഇവിടെ നിന്നൊക്കെ എടുത്തതാണെന്ന് തോന്നുന്നു. രാവിലെ 11 മണി മുതലേ മഴച്ചാറ്റിലും മഴപ്പാറലുമൊക്കെയായി ആകെ നനഞ്ഞിരിക്കുകയാണ്. കായ്നായിലെ ബീച്ച് നിറയെ ചിപ്പികളായിരുന്നു. ചെറുതായി ഒന്ന് ബീച്ചിലേക്ക് ഇറങ്ങിയപ്പോഴേ ഇമക്കുട്ടിക്ക് വിറയ്ക്കാൻ തുടങ്ങി. പനിയോ മറ്റോ വന്നേക്കുമോ എന്ന പേടിയിൽ ഞങ്ങൾ ഇമക്കുട്ടിയുടെ വസ്ത്രങ്ങൾ മാറ്റി നന്നായി പുതപ്പിച്ചു കൊടുത്തു. ഇതിനായി ഒരു കടയിൽ കയറിയിരുന്ന് ഒരു ചായ കുടിക്കേണ്ടി വന്നു. തായ്ലൻഡിൽ പൊതുവെ ചായ കുറവാണ്, കാപ്പിയാണ് കൂടുതൽ. നല്ല കയ്ക്കുന്ന കാപ്പി കുടിച്ച് കുടിച്ച് മടുത്തതിനാലാണ് ചായ ഓർഡർ ചെയ്തത്. ഇമക്കുട്ടിക്ക് വസ്ത്രം മാറാനുള്ളതിനാൽ വിലയൊന്നും നോക്കിയില്ല. ഓറഞ്ച് ടീ എന്ന തായ്ലൻഡ് സ്പെഷ്യൽ ചായയാണ് വെയിറ്റർ കൊണ്ടുവന്നത്. അത്യാവശ്യം ചൂടുണ്ടായതിനാൽ ഞങ്ങൾ ചായ പങ്കിട്ട് കുടിച്ചു. രുചി ഞങ്ങൾക്ക് അത്ര പിടിച്ചില്ല എന്ന് പറയേണ്ടതില്ലല്ലോ. ആൽക്കഹോൾ വേണ്ടവർക്ക് അതിനുള്ള സൗകര്യം ഇവിടെ ലഭ്യമാണ്. കായ് ബീച്ചിന്റെ ഓർമ്മകളയവിറക്കാൻ പാകത്തിന് ഫോട്ടോകൾ എടുക്കാൻ പറ്റിയ കോർണേഴ്സ് ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കായ് ഐലൻഡ് കൂടി കണ്ട് ആസ്വദിച്ച ശേഷം ഓർമ്മകൾ ചിത്രങ്ങളാക്കിക്കൊണ്ട് ഞങ്ങൾ നേരെ റോയൽ മറീനയിലേക്ക് തിരിച്ചു. അപ്പം ശരി, അടുത്ത വീഡിയോയിൽ കാണാം.